UR ക്രിയേഷൻസിൻ്റെ രേഖാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു ശർക്കര വരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഓണം സ്പെഷ്യൽ എപ്പിസോഡിൻ്റെ 4ാമത്തെ ഭാഗമാണിത്. എല്ലാവരും ഈ ഓണം സ്പെഷ്യൽ എപ്പിസോഡ് കണ്ടിട്ട് അതുപോലുള്ള വിഭവങ്ങളൊക്കെ തയ്യാറാക്കി നോക്കി നോക്കണം. ഇതിനു മുമ്പ് ഞാൻ അവിയലും പാലട പ്രഥമനും അതുപോലെ തന്നെ കുറുക്ക് കാളൻ്റെയും റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കണം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. ഇത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടുന്ന ശർക്കരപ്പേരിയാണ്. അപ്പോൾ ഇത് മുഴുവനായിട്ട് നിങ്ങൾ കാണുക. ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ട ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ശർക്കര ഉപ്പേരി റെഡിയാക്കാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് ഞാനിവിടെ 2.5 കിലോ നേന്ത്രക്കായാണ് എടുത്തേക്കണത്. ഇവിടെ കിട്ടിയേക്കുന്നത് ചെറിയ തരത്തിലുള്ള നേന്ത്രക്കായാണ് കേട്ടോ, വലിയ നേന്ത്രക്കായ അല്ല. അപ്പോൾ വലുതാണെങ്കിൽ വളരെ കുറച്ചെണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ഇതിൽ ഒരെണ്ണം എടുത്തിട്ട് ഞാൻ എങ്ങനെയാണ് തൊലി കളയണമെന്ന് കാട്ടിത്തരാം. മുകൾ ഭാഗവും താഴ്ഭാഗവും കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. അതിനുശേഷം കത്തിയുടെ മുനമ്പ് വെച്ചിട്ട് പൊളിച്ചെടുക്കുകയാണ് ചെയ്യണത്. ഇനി കത്തിയുടെ ആവശ്യമില്ല, ഇനി കൈ വെച്ചിട്ടാണ് നമ്മൾ തൊലി കളഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു കായ എടുത്തതാണ്. ഇനി നേന്ത്രക്കായുടെ നടുഭാഗം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കുകയാണ് ചെയ്യുന്നത്. വളരെ ചെറുതായിട്ട് പോവരുത്, നടുഭാഗം ഒരു കട്ട് ചെയ്യുക. അതിനുശേഷം നിശ്ചിത അളവിൽ വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്ര കനെങ്കിലും ഉണ്ടാവണം കേട്ടോ, കണ്ടില്ലേ? ഇത്ര കനെങ്കിലും ഉണ്ടാവണം. ഏകദേശം ഒരേ വലിപ്പത്തിൽ ആകാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിവിടെ മുഴുവൻ കായും ഇതുപോലെ നുറുക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഓവറായിട്ട് കട്ടിയായി പോയാൽ വറക്കുമ്പോൾ കുറേ സമയം പിടിക്കും. അല്ലെങ്കിൽ തന്നെ നമുക്കിത് വറുത്തെടുക്കാൻ കുറച്ച് ശർക്കര ഉപ്പേരി വറുത്തെടുക്കാൻ കായുപ്പേരിയേക്കാളും കുറച്ച് കൂടുതൽ സമയം ആവശ്യമാണ്. ഗ്യാസ് സ്റ്റവിൻ്റെ മുകളിലേക്ക് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഇൻഡാലിയത്തിൻ്റെ എൻ്റെ പുതിയ ചീനച്ചട്ടിയാണ്. ഞാൻ ഓണത്തിന് വാങ്ങിയതാണ് കേട്ടോ. നല്ല കട്ടിയുള്ള ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടിയാണ്. ഇത് ഇങ്ങനെ വറക്കാനൊക്കെ ഇത് നന്നായിട്ട് ഉപകാരപ്പെടും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് വാങ്ങാൻ കാരണം. വെളിച്ചെണ്ണയിലാണ് ഇന്ന് ശർക്കര ഉപ്പേരി തയ്യാറാക്കുന്നത്. ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ വറുത്തെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചു കൊടുക്കണം, എന്നാലാണ് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. എണ്ണ നന്നായിട്ട് ചൂടായി കിട്ടിയിട്ട് ഇനി ഇതിലേക്ക് നേന്ത്രക്കായുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിമിൻ്റെ കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കണം, കാരണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മുഴുവനായിട്ടും വറുത്തെടുക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഉൾഭാഗം അധികം വെന്ത് കിട്ടില്ല. ഹൈ ഫ്ലെയിമിലാക്കി കൊടുക്കാം, കുറച്ച് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലാക്കണം. അങ്ങനെ രണ്ടും കൂടിയിട്ട് മാറിയിട്ട് വേണം നമുക്ക് ഇത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ കായ വറുത്തെടുക്കുന്ന പ്രോസസ്സാണ് ഇതിൽ ഏറ്റവും അധികം ക്ലിയർ ആയിട്ട് ചെയ്യേണ്ടത്. കാരണം കായ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടില്ലെങ്കിൽ നമ്മുടെ ശർക്കര ഉപ്പേരി തണുത്ത് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ശർക്കര ഉപ്പേരി നന്നായിട്ട് തണുത്തിട്ട് സോഫ്റ്റ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങൾ നന്നായിട്ട് ശർക്കര ഉപ്പേരി വറുക്കാത്തതാണ്. ഈ 2 സ്റ്റെപ്പും നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഒന്നാമത്തേത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കണം. രണ്ടാമത്തേത് വറുത്തെടുത്ത് കഴിഞ്ഞാൽ ആ വറുത്തെടുത്തത് നന്നായിട്ട് തണുത്ത ശേഷം മാത്രമേ രണ്ടാമത് ശർക്കര പാനിയിലേക്ക് ഇടാനായിട്ട് പാടുള്ളൂ. ഈ സമയത്ത് നിങ്ങൾ കുറച്ച് ശ്രദ്ധിച്ച് ചെയ്താൽ നിങ്ങൾക്ക് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ക്രിസ്പി ആയിട്ടുള്ള ശർക്കര ഉപ്പേരി കിട്ടും. കായ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? ഇതുപോലെ ആവുന്നത് വരെ നിങ്ങൾ വറുത്തെടുക്കണം. ഇതിൻ്റെ മുൻപിലുള്ള സ്റ്റേജിലൊന്നും എടുക്കാനായിട്ട് പാടില്ല. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. ബാക്കിയുള്ള കായയുടെ കഷ്ണങ്ങൾ മുഴുവൻ നമ്മൾ ഇതുപോലെ തന്നെ വറുത്ത് കോരിയിട്ട് മാറ്റിവെക്കാം. കായ മുഴുവനായിട്ടും വറുത്ത് കഴിഞ്ഞു. ഇനി ഇത് ഒരു പേപ്പറിൽ പരത്തിയിട്ട് നന്നായിട്ട് തണുക്കാനായിട്ട് വെക്കുകയാണ്. നന്നായിട്ട് തണുത്ത ശേഷം മാത്രമേ ശർക്കര പാനിയിലേക്ക് നമുക്ക് ചേർക്കാനായിട്ട് പാടുള്ളൂ. അത് പ്രത്യേകം നോക്കണം. ഈ സമയത്ത് നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കി വെക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ 1/2 കിലോ ശർക്കരയാണ് എടുത്തേക്കണത്. അതിലേക്ക് ഇനി ഒരു മെഷറിംഗ് കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടര കിലോ കായയ്ക്ക് 1/2 കിലോ ശർക്കര കറക്റ്റ് അളവാണ് കേട്ടോ. ഇനി അതിൻ്റെ കൂടുതലോ അതല്ലെങ്കിൽ അതിൽ നിന്ന് കുറഞ്ഞിട്ടൊന്നും എടുക്കാൻ നിൽക്കണ്ട, ഇത് കറക്റ്റ് അളവാണ്. ശർക്കര നന്നായിട്ട് തിളച്ച് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ കട്ടയൊക്കെ അലിഞ്ഞു പോയെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഇപ്പോൾ കട്ടയൊന്നും ഇല്ല കേട്ടോ, കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. അതിനുശേഷം വലിയൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചേക്കാണ്. അതിലേക്ക് ഈ ശർക്കര പാനി ഒന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്.
കാരണം ഈ ശർക്കരപ്പാനിനെ നമുക്ക് നല്ല നൂൽ പരുവത്തിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് വലിയൊരു പാത്രത്തിലേക്ക് നമ്മൾ ശർക്കരപ്പാനി അരിച്ച് ഒഴിച്ചു കൊടുത്തത്. ഈ ശർക്കരപ്പാനിനെ ഒരു നൂൽ പരുവത്തിലാണ് ആക്കേണ്ടത്. വൺ സ്റ്റിങ് കൺസിസ്റ്റൻസി എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആക്കിയെടുക്കണം. നമ്മൾ കൈ കൊണ്ട് തൊട്ട് നോക്കിയാൽ ഒരു സ്ട്രിങ് പോലെ വരണം. ഒരു നൂല് പോലെ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഫ്ലെയിം കുറച്ച് കൊടുക്കാനായിട്ട് പാടുള്ളൂ. അതാണ് ശർക്കര ഉപ്പേരിയുടെ കറക്റ്റ് ആയിട്ടുള്ള പരുവം. അപ്പോൾ നമുക്ക് അതുപോലെ ആയിടോ നോക്കി നോക്കാം. ആയിട്ടില്ല കേട്ടോ, കുറച്ചും കൂടി ഒന്ന് റെഡി ആയിട്ട് കിട്ടാനുണ്ട്. നമുക്ക് ഒന്നുകൂടി തൊട്ട് നോക്കി നോക്കാം. ഇപ്പം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു നൂല് പോലെ കൈൻ്റെ മുകളിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഉപ്പേരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എല്ലാ കഷ്ണങ്ങളിലും ശർക്കര നന്നായിട്ട് പറ്റി പിടിച്ചിരിക്കണം. ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കണത്. നന്നായിട്ട് മിക്സായി കിട്ടിയാൽ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പൊടികൾ ഇടണേക്കാൾ മുമ്പേ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. പൊടികൾ ഇടുന്ന സമയത്ത് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാനായിട്ട് പാടില്ല. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ തൂവി കൊടുക്കണം. ചുക്കുപൊടി, ജീരകപ്പൊടി, പഞ്ചസാരയും ഏലക്കായും കൂടി ചേർത്ത് പൊടിച്ചത്. ഇത് മൂന്നുമാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അവസാനം 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുത്തത് ചുക്കുപൊടിയാണ്. മിക്സിയിലിട്ടിട്ട് ചുക്ക് നന്നായിട്ട് പൊടിച്ചെടുത്താൽ മതി. ആദ്യം 1 ടീസ്പൂൺ ചേർത്തു, 1 ടേബിൾ സ്പൂൺ ചേർത്തു, 1 ടീസ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുത്തു. അതിനുശേഷം നന്നായിട്ട് ഇളക്കുക. ഇനി അടുത്തതായിട്ട് ചേർക്കാനുള്ളത് ഏലക്കായയും അതുപോലെ തന്നെ പഞ്ചസാരയും കൂടി പൊടിച്ചു വെച്ചതാണ്. ഒരു 12 ഏലക്കായയും 1/2 കപ്പ് പഞ്ചസാരയും കൂടിയിട്ട് ഞാനിവിടെ പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇതൊക്കെ ഫ്ലെയിം ഓഫാക്കി അപ്പം തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി ലാസ്റ്റ് നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. വറുത്ത അരിപ്പൊടി, പത്തിരിപ്പൊടി അങ്ങനത്തെ അരിപ്പൊടിയില്ലേ, അത് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കുക. അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ അരിപ്പൊടി ചേർത്തത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. മിക്സാക്കിയ ശേഷം നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ചുക്കോ അല്ലെങ്കിൽ ജീരകത്തിൻ്റെയോ കുറവുണ്ടെങ്കിൽ അപ്പോൾ കുറച്ചും കൂടിയും ചുക്കും ജീരകമൊക്കെ ചേർക്കാം. ഈ ചുക്കിനും ജീരകത്തിനും ചേർക്കണതിന് കറക്റ്റായിട്ട് അളവില്ല, അതിൻ്റെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ്. ഞാൻ ഇതിൽ ചേർത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ ചുക്കുപൊടി, 1 ടീസ്പൂൺ ജീരകപ്പൊടി, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 6-7 ടേബിൾ സ്പൂൺ ഏലക്കായും പഞ്ചസാരയും കൂടിയിട്ട് പൊടിച്ചു വെച്ചതുമാണ്. ഇനി നിങ്ങൾക്ക് ഇത് പോരാൻ തോന്നുകയാണെങ്കിൽ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഇതൊക്കെ കുറച്ച് കൂട്ടിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് തണുത്താൽ മാത്രമേ ഒന്ന് കട്ടിയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ തണുക്കാനായിട്ട് അനുവദിക്കാം. തണുത്ത ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിച്ചു വെക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ശർക്കര ഉപ്പേരിയാണ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കണം. ഞാൻ പറഞ്ഞ ടിപ്സൊക്കെ അതുപോലെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ശർക്കര ഉപ്പേരി തയ്യാറാക്കി നോക്കി നോക്കണം. നിങ്ങൾക്ക് അടിപൊളി ടേസ്റ്റിലുള്ള ശർക്കര ഉപ്പേരി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഓണത്തിന് എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ട് എനിക്ക് ഫോട്ടോകളൊക്കെ ഒന്ന് അയച്ചു തരണം. ഞാൻ വീണ്ടും പുതിയ എപ്പിസോഡുമായിട്ട് നാളെ തന്നെ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം.